കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെതിരെ ഇഡി കടുത്ത നടപടികളിലേക്ക്. ഇഡി ആവശ്യപ്പെട്ട രേഖകൾ ജില്ലാ സെക്രട്ടറി കൈമാറിയിരുന്നില്ല. ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ കൈമാറാൻ 2 ആഴ്ചത്തെ സമയം കൂടി തേടിയിരിക്കുകയാണ് MM വർഗീസ്. എന്നാൽ മുഴുവൻ രേഖകളുമായി ഇന്ന് വീണ്ടും ഹാജരാകണമെന്ന് ഇഡി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരം നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, മറ്റു വിവരങ്ങൾ കൂടി. MM വർഗീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും കൈമാറാതെ കൃത്യമായി തന്നെ മറച്ചുവെക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള കീഴ്ഘടകങ്ങളായ ബ്രാഞ്ച്, ഏരിയ, ലോക്കൽ കമ്മിറ്റികൾക്കും സ്വന്തമായുള്ള സ്വത്തുവകകൾ അടക്കമുള്ള ഭൂമി അടക്കമുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല തവണയായി ആവശ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഹാജരായപ്പോഴും ഈ വിവരങ്ങൾ നൽകാൻ, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന് 2 ആഴ്ച കൂടി സമയം വേണമെന്നാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെയും ഒപ്പം തന്നെ കീഴ്ഘടകങ്ങളുടെയും സ്വത്തുവിവരങ്ങൾ കൈമാറുന്നതിനാണ് വീണ്ടും 14 ദിവസത്തെ സമയം കൂടി MM വർഗീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അന്വേഷണ സംഘം തൃശൂരിലെത്തി വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ഭൂമി അടക്കമുള്ള സ്വത്തുക്കൾ, സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഏരിയ കമ്മിറ്റി ഓഫീസുകൾ അടക്കമുള്ളവയുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇതിന്റെ മുഴുവൻ രേഖകളും, ആധാരം അടക്കമുള്ള മുഴുവൻ രേഖകളും കൈമാറാൻ വേണ്ടി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം CPM വലിയ തോതിൽ കള്ളപ്പണ നിക്ഷേപം നടത്തിയെന്ന പരാതികൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ അന്വേഷണത്തിലേക്ക് കടന്നത്. പ്രത്യേകിച്ച് 81 ബാങ്കുകളിൽ പാർട്ടിക്ക് അക്കൗണ്ടുകളുണ്ട്. തൃശൂർ ജില്ലയിൽ മാത്രമാണ് ഇത്രയും അക്കൗണ്ടുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ 75ഓളം അക്കൗണ്ടുകളും കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ ആദായ നികുതി റിട്ടേണുകളോ സമർപ്പിക്കാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ച് അടക്കമുള്ള അക്കൗണ്ടുകൾ നൽകിയിരുന്നു, പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ദേശസാൽകൃത ബാങ്കിൽ ഉണ്ടായിരുന്ന 4,80,00,000 രൂപ മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ആദായ നികുതി വകുപ്പ് കടക്കുന്നതും ഒപ്പം തന്നെ തുടർന്ന് 1 കോടി രൂപ വീണ്ടും പിടിച്ചെടുത്ത് അതും മരവിപ്പിക്കുന്ന നടപടികളിലേക്കും എല്ലാം അന്വേഷണ സംഘങ്ങൾ കടക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ, സ്വത്തുവിവരങ്ങൾ അടക്കമുള്ളവ കൈമാറാൻ CPM ജില്ലാ നേതൃത്വം തയ്യാറായിരിക്കുന്നത്. കാരണം CPMന്റെ വിവിധ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകൾ, ഓരോ സ്ഥലത്തുമുള്ള കെട്ടിടങ്ങളുടെ വിവരങ്ങൾ അടക്കമുള്ളവ കൃത്യമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സൂക്ഷിച്ച വിവരങ്ങൾ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം കടക്കുക. പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട കുറ്റപത്രം ഉടൻ നൽകാനിരിക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നത്. MM വർഗീസിനെയും PK ബിജുവിനെയും അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് ഈ അന്വേഷണം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പ്രധാന വിവരങ്ങൾ ഒന്നും തന്നെ കൈമാറാത്ത ഒരു സാഹചര്യവും ഉള്ളത്. തന്നെയാണ് ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഇഡി ആവശ്യപ്പെട്ട രേഖകൾ ജില്ലാ സെക്രട്ടറി കൈമാറിയിട്ടില്ല. ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ കൈമാറാനും 2 ആഴ്ചത്തെ സമയം കൂടി തേടിയിരിക്കുകയാണ് MM വർഗീസ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമാക്കി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ പറയാൻ. അപ്പോൾ MM വർഗീസിനെ സംബന്ധിച്ച് ഇഡി ആവശ്യപ്പെട്ട രേഖകളൊന്നും ജില്ലാ സെക്രട്ടറി കൈമാറിയിട്ടില്ല. അതിനായി ED ആവശ്യപ്പെട്ട രേഖകൾ ഒന്നും തന്നെ ഇതുവരെ, പ്രധാനപ്പെട്ട രേഖകൾ ഒന്നും തന്നെ കൈമാറിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഏതാനും അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് കൈമാറിയത്. ആദായ നികുതി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളവും അന്വേഷണത്തിന് ഈ വിവരങ്ങൾ പ്രധാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ MM വർഗീസിനെ ചോദ്യം ചെയ്യാൻ വന്ന ഘട്ടത്തിൽ MM വർഗീസിനെ കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി എത്തുകയും പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ MM വർഗീസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ വിവരങ്ങൾ, ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, കരുവന്നൂർ സഹകരണ ബാങ്കിലെ അക്കൗണ്ടുകൾ, ആ അക്കൗണ്ടുകൾ നിയന്ത്രിച്ചിരുന്ന ആളുകൾ, അതിൽ പ്രാദേശിക CPM നേതാക്കൾക്ക് അടക്കമുള്ള പങ്കാളിത്തം, പ്രത്യേകിച്ച് ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ, അതിലെ ഭരണസമിതി അംഗങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ MM വർഗീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ED പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടുവെങ്കിലും അതും നൽകാൻ തയ്യാറായിരുന്നില്ല. ഇങ്ങനെ തുടർച്ചയായി അന്വേഷണവുമായി നിസ്സഹകരിക്കുന്ന ഘട്ടത്തിൽ
പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടിയിലേക്ക് കടക്കുക എന്ന നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നത്. കാരണം നേരത്തെ 22, 23, 24 തീയതികളിൽ അന്വേഷണ സംഘം ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം വർഗീസ് ഹാജരായിരുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തിരക്കുകളുണ്ട് എന്നും 26-ാം തീയതി വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്നും അതിനുശേഷം മറ്റൊരു ദിവസം നൽകണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത്. അന്ന് തന്നെ എം വർഗീസിന്റെ ആവശ്യങ്ങൾ അന്വേഷണ സംഘം തള്ളിയിരുന്നു. കാരണം അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകേണ്ട ആളാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളാണ് എം വർഗീസ്. എം വർഗീസിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ എം വർഗീസ് നിർബന്ധമായും ഹാജരായേ മതിയാകൂ എന്ന കർശന നിർദ്ദേശം നൽകി. എന്നാൽ ആ ഒരു നിർദ്ദേശം നൽകിയതിന് ശേഷവും എം വർഗീസ് അന്വേഷണവുമായി സഹകരിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇതിന് ശേഷമാണ് പിന്നീട് തിങ്കളാഴ്ച ആദ്യമായി വോട്ടെടുപ്പിന് ശേഷം ആദ്യമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുന്നത്. അന്നും പ്രധാനമായും ചോദ്യം ചെയ്യലുകൾ നടന്നത് CPMന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ സ്വത്തുവകകൾ, ഒപ്പം തന്നെ ബ്രാഞ്ച്, ഏരിയ, ലോക്കൽ കമ്മിറ്റികളുടെ പേരിലുള്ള ഭൂമി, ആ ഭൂമിയിൽ വെച്ചിട്ടുള്ള കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സ്വന്തം പേരിലോ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളുടെ പേരിലോ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്ത് വിവരങ്ങൾ, ആരുടെയെല്ലാം പേരിലാണ് ബ്രാഞ്ച്, ഏരിയ, ലോക്കൽ കമ്മിറ്റികൾ സ്വത്തുക്കൾ വാങ്ങിയിരുന്നത് എന്നതടക്കമുള്ള, പാർട്ടിയുടെ പേരിലാണോ പാർട്ടിയുടെ മറ്റു ചുമതലപ്പെട്ട ആളുകളുടെ പേരിലാണോ എന്നതടക്കമുള്ള വിവരങ്ങൾ തേടിയിരുന്നുവെങ്കിലും അവിടെയും കൃത്യമായ മറുപടികൾ നൽകിയിരുന്നില്ല. അതുതന്നെയായിരുന്നു ഈ ചോദ്യം ചെയ്യലിന് ശേഷം ED വൃത്തങ്ങൾ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എം വർഗീസ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല. തുടർച്ചയായി നിസ്സഹകരിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു നടപടികൾ ആലോചിക്കേണ്ടി വരുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരിക്കൽ കൂടി സമൻസ് നൽകിയത്. ഇന്ന് ഹാജരാകണമെന്നൊരു നിർദ്ദേശം എം വർഗീസിന് നൽകിയത്. എന്നാൽ മെയ് ദിനമാണ് എന്നും തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഈ വിവിധ പരിപാടികൾ തങ്ങളുടെ സംഘടനയടക്കം CPM അടക്കം സംഘടിപ്പിച്ച സാഹചര്യത്തിൽ അതിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി. എന്നാൽ മെയ് ദിനം എന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ച് അവധി നൽകാൻ കഴിയില്ല എന്നും ചോദ്യം ചെയ്യലിന് ഹാജരായേ മതിയാകൂ, മാത്രമല്ല ആവശ്യപ്പെട്ട ഈ രേഖകളെല്ലാം, ഭൂസ്വത്തുക്കളുടെ വിവരങ്ങൾ അടക്കമുള്ള രേഖകളും ഇതോടൊപ്പം സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് ഇപ്പോൾ 14 ദിവസത്തെ സമയം തനിക്ക് അനുവദിക്കണം, 14 ദിവസം കൂടി സമയം അനുവദിച്ചാൽ ഈ രേഖകൾ മുഴുവൻ ഹാജരാക്കാമെന്ന് നിർദ്ദേശിച്ചത്. സ്വാഭാവികമായും ആവശ്യപ്പെട്ട സമയങ്ങളിൽ ഒന്നും തന്നെ ഈ രേഖകൾ നൽകാൻ എം വർഗീസ് ഹാജരാകാത്ത, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ രേഖകൾ കൈമാറാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ എം വർഗീസിന്റെ ഈ 14 ദിവസത്തിനുള്ളിൽ മുഴുവൻ വിവരങ്ങളും കൈമാറാമെന്ന ഒരു വാദത്തെ അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകും. പ്രധാനപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഒരുപക്ഷേ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്യും. കൂടുതൽ ആളുകളുടെ ചോദ്യം ചെയ്യലും ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഒരു സംയുക്ത അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നീതി വകുപ്പും ചേർന്നുള്ള സംയുക്തമായ അന്വേഷണമാണ്. കാരണം വിവിധ ബാങ്കുകളിൽ റിട്ടേണുകൾ അടയ്ക്കാതെയുള്ള അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പായിരുന്നു കണ്ടെത്തിയത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പണം നിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് തന്നെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ പണത്തിന്റെ ഉറവിടം എങ്ങനെ ഉണ്ടായി, ഈ പണം എവിടെ നിന്നാണ് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും പരിശോധിക്കാനുള്ളത്. ശരി, കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.